വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ലിതിൻ, ബിനുജാൽ അല്ലേ? ഓക്കെ. അപ്പം എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് വരുന്നത് ലിതിൻ? ഞാൻ ആലപ്പുഴ ജില്ലയിലെ ആദിക്കാട്ടുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ KSEBിയുടെ ഭാഗമായിട്ട് പോസ്റ്റിനൊക്കെ നമ്പർ ഇടുന്ന ഒരു കോൺട്രാക്ട് ബേസിൽ ചെയ്യാണ്. ഓക്കെ, സ്മാർട്ട്. എവിടെ നിന്ന് വരുന്നു? ഇടുക്കി കട്ടപ്പന. എന്താ ചെയ്യുന്നേ? ഞാൻ കൃഷിപ്പണിയാണ്. കൃഷിയാണ്. ഓക്കെ. എന്തൊക്കെയാ മെയിൻ ആയിട്ടുള്ളത്? ജാതി, ഗ്രാമ്പു, കുരുമുളക്, ഏലം, പച്ചക്കറി. കർഷകനാണ് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നത് അല്ലേ? പ്രൗഡ് ഫീലിംഗ്. ഓക്കെ. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ഫിഗറാണ് ചെയ്യുന്നത്. ഫിഗർ ആരുടെയൊക്കെയാണ് ചെയ്യുന്നത്? സർപ്രൈസ് ആയിക്കോട്ടെ. സർപ്രൈസ് ആണ്, നമ്മൾ എന്താണെന്ന് കാത്തിരുന്ന് കാണാം. ഓക്കെ, ഫൈൻ. ലിതിൻ എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ സ്റ്റാർ വോയിസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ലിതിനിൽ തുടങ്ങാം. അപ്പോഴത്തേക്കും ചേട്ടനൊന്ന് ഡ്രസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. ഓക്കെ, അപ്പൊ ഫിഗറിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഡ്രസ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതൊന്ന് എന്റർടൈൻ ചെയ്ത് ഞങ്ങളൊന്ന് കണ്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, റെഡി. അപ്പൊ തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഓക്കെ. ആദ്യമായി പൃഥ്വിരാജിന്റെ വോയിസ് ആണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ അയ്യപ്പനും കോശി എന്ന സിനിമയിലെ ഡയലോഗും അതുപോലെ തന്നെ കാളിയൻ എന്ന സിനിമയിലെ ഡയലോഗും ചേർത്ത്. അടപ്പ് പഠിപ്പിച്ചു തലവിയാണ് തമ്പുരാനെ. നായ്ക്കരണപ്പടയിൽ ആൺബലമിനിയുണ്ടെങ്കിൽ കൽപ്പിച്ചോളൂ. 10 കൊന്നോ 100 കൊന്നോ തിരുമലക്കോട്ടയുടെ കവാടം വരെ ഞാൻ എന്തിനെത്തിയോ അതും കൊണ്ടേ മടങ്ങൂ. ഞാനേ ഇവിടെ അട്ടപ്പാടി കൊണ്ടുണ്ടാവും തന്റെ ക്രിമികളി തീർന്നവരെ. ഇനി തീരാൻ ബുദ്ധിമുട്ടാന്നേ, തീർത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കേട്ടോടാ നായയുടെ മോനെ. അടുത്തത് സണ്ണി വെയിൻ വോയിസ്. അലമാരയും കട്ടിലും തട്ടുന്നോ അല്ല ജീവിതം. അതെന്താണെന്ന് അറിയണമെങ്കിൽ ജീവിച്ച് തന്നെ തീർക്കണം. എന്തായാലും തോക്കാൻ എനിക്ക് മനസ്സില്ല. പോരുന്നോ എൻ്റെ കൂടെ? ഈ നശിച്ച പട്ടികൾ കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ച സ്ഥിതിക്ക് അവനോട് ഈ പണി നോക്കാൻ പറയും. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. സൂപ്പറാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി സ്പോട്ട് ഡബ്ബിംഗ് ആണ്. ഓക്കെ, റെഡിയാണ്? ഓൾ സെറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ സ്പോട്ട്. ആരൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് അവിടെ പോയിട്ട് അറിയാം. ഓക്കെ, റെഡി. ഇതാ എൻ്റെ കുടുംബം. അച്ഛൻ പഞ്ചാബിയാ, അമ്മ മലയാളി. ആ നടുക്കിരിക്കുന്നേ ഞാൻ. ബാക്കി ഇവിടെ പെങ്ങന്മാരാ. ഒരു 10 വയസ്സിന് ഓർമ്മയേ ഉള്ളൂ. ഒരു കളവ് 10-ാം വയസ്സിൽ കൂട്ടുകാരുടെ മുന്നിൽ ആളാവോ നോക്കിയതാ. ബാബുജി അറിയാതെ ഭായത് കുറച്ച് പണം മോടിച്ചു ഒരു സൈക്കിൾ വാങ്ങാൻ. അതിനെ തല്ലിയിട്ട് കാശ് എടുത്തവരില്ല. എടുത്തില്ലാതെ കളവ് പറഞ്ഞു തരും. കളവ് പറയുന്നത് മാത്രം ബാബുജിക്ക് സഹിക്കില്ല. അന്നത്തെ വേദനയും അപമാനവും എൻ്റെ പൊട്ട ഒതുക്കി ഞാൻ നാട് വിട്ടു. തിരിച്ചു ചെല്ലണമെന്ന് പലതവണ ആഗ്രഹിച്ചതാണ്. പക്ഷെ മനസ്സ് നിറയെ വാശിയായിരുന്നു. ജോലി ചെയ്ത് കൈ നിറയെ സമ്പാദിച്ചിട്ട് ബാബുജിന് മുമ്പിൽ പോയിക്കണം. എന്നിട്ട് മാപ്പ് പറയണം. அடிக்கிறேன்னு சொல்லிதான் பாரு. கண்டுருவேன். சும்மா அப்படி கேட்குற மாதிரி கேட்பேன். வேணான்னு சொல்கிறது அப்பனுக்கு ஒரு கத்தியா. எனக்கு 12 வயசு இருக்குங்கய்யா. எப்போ மாதிரி குடிக்கிறேன்னு கேட்டா அப்படின்னு வாங்கி குடிச்சு விட்டேன். இது வரைக்கும் விட முடியலை. 16 வயசில் கையில் கத்தியை கொடுத்துட்டா. தப்பு பண்ணுறதுக்காக அவனுங்க கத்தி எடுக்கிறானுங்க. தப்பு நடக்காமல் தடுக்கிறதுக்கு நாம கத்தி எடுக்கிறோம். ஆனால் வெளியிருந்து பார்க்குறோம் கண்ணுக்கு 2 பேரும் ரவுடி பையங்களா தான் தெரியும். வரலாறு தெரியாம போனதுனால தான் சார் 1000 ரூபாய்க்கு குடும்பத்தோட குத்துணுமே வேலைக்கு போகிற செங்கேனிக்கு 10 லட்சம் ரூபாய் கொடுக்கலாம் ஆசை காமிச்சாங்க. எனக்கு பணம் வேணாம். என் புருஷோட சாவுக்கு நீதி வேணும்னு நாட்டோட சத்தத்தின் மேலே நம்பிக்கை வச்சிருக்கிற செங்கேனி கோர்ட்டு கைவிட்டிருக்க கூடாது. கொடூரமா அழிச்சு கொல்லப்பட்ட புருஷோட மரத்துக்காக நீதி கேட்கறது போலீஸ் செங்கேனிதான். நம்ம கண்ணு முன்னாடி நிற்கிற கண்ணகி அதிகாரத்தின் மேலங்களை போட்டு அடிச்சு கொள்ளாலும் ஏன்னு கேட்க யாரும் வரமாட்டேங்களே ஒரு பழமொழியில் ஒரு பேர் நம்மளை உருக்கி கேட்கிற இந்த கேள்விதான் இந்த ஹெபஸ்கோபஸ் பெட்டிஷன். இந்த நீதிமன்றம் தரப்போறது தீர்ப்பில்லை, நம்பிக்கை. That's all my lord. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഫിഗർ ഷോയിന് വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടി ബിനുജാലിനെ വിട്ടിരുന്നു. എന്തൊക്കെയോ സസ്പെൻസ് ആണെന്നൊക്കെ പറഞ്ഞു. എന്താണെന്ന് ഒന്ന് കണ്ടു നോക്കാം. മൂർഖനെ ഞാൻ നോവിച്ചു വിട്ടത്. വേണ്ട പ്രിൻസിപ്പലെ, വേണ്ട. വിടാ. പ്രിൻസിപ്പാൾ ഏത് പ്രിൻസിപ്പാൾ? ഏത് കോളേജ്? ഞാൻ കോട്ടയം കുളിച്ചാടാ കേടി. എടാ പാപ്പി, അപ്പി,
മാത്ത പോത്ത എവിടാ നിന്റെ ചേട്ടൻ ചത്തോടാ ഇറക്കി വിടവനെ. ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാസ് അടിച്ചിട്ട് തന്നെ കാര്യം. കോട്ടയം കുഞ്ഞത്തിനെ തല്ലാൻ ചങ്കുറപ്പുള്ള ഏത് ഉപ്പുകണ്ണൻ ചട്ടമ്പിയാണോ ഉള്ളത്? കണ്ണി മണ്ണ് വാരിട്ടിട്ടോ അമ്മിളെ തന്നെ ഇതിനാ പൂഴിക്കിടങ്ങനെയോ നീ സച്ചോളി. ഹലോ മിസ്റ്റർ രാമചന്ദ്രൻ, ഹൗ ആർ യു? നീ എന്റെ സമർത്ഥനായ ഒരു അസിസ്റ്റന്റാണ്. പക്ഷേ ആ സാമർത്ഥ്യം എന്നോട് കാണിക്കുന്ന അപകടമാണെന്ന് അനുഭവത്തിൽ നിന്ന് നീ പഠിച്ചു കഴിഞ്ഞു. അവസാനമായി നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, ആ രത്നവാളിൽ നിന്ന് നീ അടർത്തിയെടുത്ത രത്നം എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? സത്യം പറയണം. നീ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും. പക്ഷേ ആ രത്നം എനിക്ക് കിട്ടിയേ തീരും. കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പറയും അന്നും ഇന്നും എന്നും രാജയും രാജയുടെ പിള്ളേരും സ്ട്രോങ് ആണ്. ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. നമ്മുടെ ഇന്നത്തെ താരവിളയാട്ടം ഒരു കളർഫുൾ ഒരു പാക്കേജ് തന്നെയായിരുന്നു. ഫിഗർ ഷോയും സൗണ്ടും മിമിക്കിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് എന്തായാലും അവരോട് തന്നെ പറയേണ്ട ആൾക്കാർ തന്നെ പറയട്ടെ അല്ലെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. സിദ്ദിഖ് സാർ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. പൊതുവേ ഫിഗർ ഷോ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഗർ ഷോ. ഇപ്പം മമ്മൂക്കാടെ തന്നെ 3 ക്യാരക്ടർ ചെയ്തപ്പോഴാണ് മുണ്ടെടുത്ത് വന്നത് അല്ലേ, എല്ലാം ഒരേ ഓൾമോസ്റ്റ് സെയിം ആയിപ്പോയി. അപ്പം മമ്മൂക്കാടെ തന്നെ ഡിഫറെൻറ്റ് ഇനി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ഇപ്പോൾ ഇപ്പം ചെയ്തത് തന്നെയല്ലേ വീണ്ടും ചെയ്യാൻ പോകുന്നതെന്ന് തോന്നിപ്പോകും. കോസ്റ്റ്യൂമൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിപ്പോയി രണ്ടിടത്തിൻ്റെ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ ലിത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്പോട്ട് ഡബിങ് ആണ്. സ്പോട്ട് ഡബിങ്ങിൽ എടുത്തു പറയേണ്ടത് വിജയുടെയും സൂര്യയുടെയാണ്. ഗംഭീരമായിരുന്നു. അത് നമുക്കത് ഡബിങ് ആണെന്ന് തോന്നൂലായിരുന്നു. റിയൽ സിനിമയിലെ ക്ലിപ്പ് കാണിക്കുന്നത് പോലെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. ഗംഭീരമായിരുന്നു. കീപ് ഇറ്റ് അപ്പ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മാമുക്കോയ സർ എങ്ങനെ ഉണ്ടായിരുന്നു? ദിനജാൽ ഈ ഫിഗർ സിദ്ദിഖ് പോയി പറഞ്ഞ മാതിരി തന്നെ കുറച്ച് ഒരു വ്യത്യാസമായിട്ടൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ആസ്വദിച്ചു. എന്നായിരുന്നു ആ 3 മമ്മൂട്ടിയിലും ജോസഫ് സാറിലും ഒക്കെ അസലായിരുന്നു. ഡബിങ് ഗംഭീരമുണ്ട്. ആ വിജയിൻ്റെ സൂര്യൻ്റെ ഇത്രയും ലെങ്തി തമിഴ് ഡയലോഗ് കാണാതെ പഠിച്ചിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ചെയ്തത് അല്ലേ. പക്ഷെ അതിൻ്റെ റിസൾട്ട് നമുക്ക് ആസ്വദിക്കാനുണ്ടായി. ഗംഭീരമായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു. നാദിക എങ്ങനെ ഉണ്ടായിരുന്നു? ജോസ് പ്രകാശും നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഫിഗർ ഷോയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജോസ് പ്രകാശാണ്. ജോസ് പ്രകാശാണ് ഏറ്റവും പെർഫെക്ഷൻ ഉണ്ടായിരുന്നത്. ബാക്കി ഓക്കെയാണ്. ഇപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാണ് അത് റിപ്പീറ്റേഷൻ ഫീൽ ചെയ്തെന്നുള്ളത് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു എന്താണ് സംഭവം എന്നുള്ളത്. അതിന് ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഞെട്ടിച്ച് കളഞ്ഞത് സൂര്യയും വിജയും. അത് ശരിക്കും തമിഴനാണോ? അല്ല മലയാളി തന്നെയാണ്. ആണോ? പക്ക മലയാളിയാണോ അല്ലെങ്കിൽ വല്ല ബോർഡറിലാണോ? അല്ല, ഇതിനു വേണ്ടി പഠിച്ചതാണ്. ഇതിനു വേണ്ടിയിട്ട് തമിഴ് പഠിച്ചാണോ? അത് സമ്മതിക്കണം കേട്ടോ. ഞാനൊക്കെ ആ തമിഴ് പടം മറ്റേ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മദ്രാസിൽ പോയി നിന്ന സമയത്ത് ഞാനും ധർമ്മജനും ഒഴികെ ബാക്കി എല്ലാവർക്കും തമിഴ് അറിയാമായിരുന്നു. തമിഴ് നമ്മൾ ഒക്കെ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഇത്രയും തമിഴ് പഠിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സ്ട്രെയിനും അതിൻ്റെ ഒരു ഡെഡിക്കേഷനും നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു എക്ക. അപ്പോൾ വിനുജാൽ, ലിതിൻ, താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു കളർഫുൾ പെർഫോമൻസ് ഞങ്ങൾക്ക് തന്നതിന്.